ചൈനീസ് മാധ്യമങ്ങളും അതുപോലെ തന്നെ നാഷണലിസ്റ്റുകളും വളരെ അസംതൃപ്തിയിലാണ്. അതിന്റെ കാരണം ചൈനയും റഷ്യയും തമ്മിൽ കുറെ കാലമായി തുടരുന്ന ഒരു അതിർത്തി തർക്കവും അതുണ്ടാക്കിയ മുറിവുകളുമാണ്. ആ മുറിവിൽ സത്യം പറഞ്ഞാൽ മുള കരച്ചിപ്പോൾ തേച്ചിരിക്കുകയാണ് തായ്വാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തൊരു വാർത്തയുണ്ട്. ഇഫ് ചൈന വാണ്ട്സ് തായ്വാൻ ഇറ്റ് ഷുഡ് ഓൾസോ റീക്ലെയിം ലാൻഡ് ഫ്രം റഷ്യ, സെയ്സ് പ്രസിഡന്റ്. ഇത് നമ്മുടെ തായ്വാൻ പ്രസിഡന്റ് ചൈനയുടെ അല്ലെങ്കിൽ ചൈന റഷ്യ റിലേഷൻസിന്റെ ഇടയിൽ കുറെ കാലമായിട്ട് മൂടി വെച്ചിരുന്ന ഒരു മുറിവുണ്ട്. ആ മുറിവിലേക്ക് ഒന്നുകിൽ തിളച്ച എണ്ണ കോരി ഒഴിച്ചു എന്ന് പറയാം, ഇല്ലെങ്കിൽ മുളക് അരച്ച് തേച്ചു എന്ന് പറയാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് തായ്വാൻ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും റഷ്യയിൽ നിന്നും ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറാകണം. താരതമ്യേന വളരെ ചെറിയ രാജ്യമായ ഞങ്ങളെ വിട്, നിങ്ങൾ ഇതിനേക്കാൾ വലിപ്പമേറിയ പ്രദേശങ്ങൾ നിങ്ങളുടെ റഷ്യയുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ, അതെന്തേ നിങ്ങൾക്ക് വേണ്ടേ എന്നാണ് തായ്വാൻ ചോദിച്ചിരിക്കുന്നത്. വലിയൊരു ചരിത്രത്തിലേക്ക് ഒരുപക്ഷെ ചൈനക്കാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഷീ ജിൻപിങ്ങിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശരിക്കും ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് തായ്വാൻ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100% നിങ്ങൾ വിശ്വസിക്കുകയാണ് തായ്വാൻ നിങ്ങളുടേത് എന്ന് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനു മുമ്പ് റഷ്യയുടെ കൈവശമിരിക്കുന്ന നിങ്ങളുടെ ഭൂമി തിരിച്ചു പിടിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നാണ് തായ്വാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ ചൈനയുടെ വലിയൊരു ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതിനോടൊപ്പം തന്നെ ചൈനീസ് ദേശീയവാദികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുക കൂടി തായ്വാൻ പ്രസിഡന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലോക്കൽ മീഡിയയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് തായ്വാൻ പ്രസിഡന്റ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏത് സ്ഥലത്തെ കുറിച്ചാണ് ഈ തായ്വാൻ സംസാരിക്കുന്നത് എന്ന് ചിലപ്പോൾ പലർക്കും സംശയം തോന്നും. അതായത് ഇന്നത്തെ റഷ്യയുടെ പല പ്രദേശങ്ങളിലും ചൈനയ്ക്ക് അവകാശവാദമുണ്ട്. ഈ ഒരു കാര്യത്തിൽ, അതായത് റഷ്യ ചൈന അതിർത്തി തർക്കങ്ങളിൽ ഒരു പരിധിവരെ പല കേസിലും ചൈനയുടെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ട്. റഷ്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കമാണ് ചൈനയ്ക്കുള്ള ഏറ്റവും വലിയ അതിർത്തി തർക്കം. ആദ്യം നമ്മൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു കേസ്, ഇവിടെ ഈ തായ്വാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്ന്, ഈ റഷ്യയുടെ കൈവശമുള്ള ഒരു പ്രദേശമുണ്ട്, വ്ളാഡിവോസ്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം. ഈ വ്ളാഡിവോസ്ക് എന്ന് പറയുന്നത് ഇന്നൊരു പോർട്ട് സിറ്റി ഒക്കെയാണ് റഷ്യയുടെ. ഈ ഒരു പോർട്ട് സിറ്റി മാത്രമല്ല, ഈ പ്രദേശം ഉൾപ്പെടുന്ന ഒരു വലിയ ഭൂപ്രദേശം, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, റഷ്യയുടെ ഫാർ ഈസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു പ്രദേശം, അതായത് അമുർ എന്ന് പറയുന്ന റിവറിന്റെ നോർത്ത് ഭാഗങ്ങളും പ്രിമോർസ്കി ക്രൈ എന്ന് പറയുന്ന പ്രദേശങ്ങൾ, അങ്ങനെ ഈ 2 പ്രദേശങ്ങളും അടങ്ങുന്ന ഒരു വലിയ ഭൂപ്രദേശം, 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ പ്രദേശമാണ് ശരിക്കും 1860കളിൽ റഷ്യയുടെ ഭാഗമാവുന്നത്. അത് 2 കരാറുകൾ അനുസരിച്ചാണ്. 1858 ഒരു കരാറുണ്ട്, ട്രീറ്റി ഓഫ് ഐഗൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഐഗൺ ഉടമ്പടി അനുസരിച്ച് അമുർ നദിയുടെ വടക്കുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം അന്നത്തെ ക്വിങ് രാജവംശം ഈ റഷ്യക്ക് നൽകുകയുണ്ടായി. അമുറിന്റെ തെക്ക് ഭാഗങ്ങളിലെ നിയന്ത്രണം അവര് നിലനിർത്തുകയും ചെയ്തു. അമുർ നദിയുടെ പ്രത്യേക അവകാശങ്ങൾ പക്ഷേ ചൈനയ്ക്ക് അതോടെ നഷ്ടമായി. ഈ ക്വിങ് രാജവംശം വളരെ വീക്കായിരുന്നൊരു സമയമാണ് 1858 ഈ ഒരു കരാറിലൂടെ ഈ പ്രദേശം റഷ്യ പിടിച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അതിനുശേഷം 1860 ട്രീറ്റി ഓഫ് ബെയ്ജിംഗ് എന്ന് പറയുന്ന ഒരു കരാറുണ്ട്. ആ കരാറിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പ്രദേശമായിട്ടുള്ള പ്രൈമോസ്കി ക്രൈ എന്ന് പറയുന്ന പ്രദേശം കൂടി ഈ ഒരു റഷ്യയുടെ ഭാഗമായിട്ട് മാറുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഏകദേശം 6 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലധികം ലാൻഡാണ് ഒറ്റയടിക്ക് റഷ്യയുടെ കൈകളിലേക്ക് വന്നു ചേർന്നത്. 2 വർഷത്തെ വ്യത്യാസത്തിൽ. എന്താണ് ശരിക്കും പറ്റിയത്? ഈ 19-ാം നൂറ്റാണ്ടിൽ ക്വിങ് രാജവംശം വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര സംഘർഷങ്ങളും പ്രഷറും ഭയങ്കരമായിട്ടിരിക്കുന്ന സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് ഫ്രാൻസുമായിട്ടും ബ്രിട്ടനുമായിട്ടും. 1850 മുതൽ 1864 വരെ നീണ്ടുനിന്ന തായ്പിങ് കലാപം ക്വിങ് രാജവംശകാലത്ത് ഏറ്റവും പ്രശ്നമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു. രാജാവിനും ഭരണകൂടത്തിനും ഇത് നിരന്തര തലവേദന തന്നെ സൃഷ്ടിച്ചു. ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് വലിയ യുദ്ധങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ട് അവർക്ക് നടത്തേണ്ടി വരുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള ശക്തികൾ അവരുടെ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങിയ കാലമാണിത്.
ആ സമയത്താണ് ബ്രിട്ടനും ഫ്രാൻസുമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. കറുപ്പ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന ഈ യുദ്ധങ്ങൾ ക്യുങ് രാജവംശത്തെ വളരെയധികം ദുർബലപ്പെടുത്തുന്നുണ്ട്. 1839, 42, 56, 60 കാലങ്ങളിൽ ചൈന ഈ യുദ്ധങ്ങളിൽ അമ്പെ പരാജയപ്പെടുകയാണ്. ഈ സമയത്ത് വളരെയധികം ഉടമ്പടികളിൽ ഒപ്പുവെക്കാൻ ചൈനയും ക്യുങ് രാജവംശവും നിർബന്ധിതമാകുന്നു. ഈ സമയമാണ് ബുദ്ധിപരമായിട്ട് റഷ്യ ഈ പ്രദേശങ്ങളുടെ അവകാശവാദം ഉന്നയിച്ച് കരാറിലേക്ക് ക്യുങ് രാജവംശത്തെ കൊണ്ടെത്തിക്കുന്നത്. അന്നത്തെ റഷ്യൻ ഭരണകൂടം ബ്രിട്ടനുമായും ഫ്രാൻസുമായിട്ടുമൊക്കെ യുദ്ധം ചെയ്ത് പൊതുവെ ദുർബലമായിരുന്ന ക്യുങ് രാജവംശത്തെ സമ്മർദ്ദത്തിലാക്കി പ്രഷർ ചെയ്തുകൊണ്ട് ഈ പ്രദേശങ്ങൾ തന്ത്രപരമായിട്ട് കരാറുകളിലൂടെ സ്വന്തമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശം റഷ്യയുടെ കൈകളിലായി. പസഫിക് ഓഷനിലെ ആധിപത്യം നിലനിർത്താനും സമുദ്രങ്ങളിലുള്ള തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കാനും ഈ ഒരു നീക്കത്തിലൂടെ റഷ്യക്ക് അവിടെ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നത് അവിടെ ഒരുപാട് ഈ ക്യുങ് രാജവംശ കാലത്ത് ചൈനക്കാരുണ്ടായിരുന്നു. അവരെല്ലാം വലിയ രീതിയിൽ റഷ്യ കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ റഷ്യ പറയുന്നത് അവിടെ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ടൊക്കെ താൽക്കാലികമായി വന്നുകൂടിയ ചൈനക്കാരേ ഉള്ളൂ, ഇത് പരമ്പരാഗതമായി റഷ്യയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണെന്നാണ് റഷ്യ പറയുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ ഇന്നും ചൈന തയ്യാറായിട്ടില്ല. ഇപ്പൊ തായ്വാന്റെ പ്രസിഡന്റ് നിങ്ങൾ ആദ്യം റഷ്യയിൽ നിന്ന് ആ സ്ഥലം പിടിച്ചെടുക്കൂ, എന്നിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് കീഴടക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ചൈനയിലുള്ള നാഷണലിസ്റ്റുകൾ വളരെയധികം ആക്രോശത്തിലാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദമൊക്കെ ഒരു വശത്തിരിക്കത്തേ ഉള്ളൂ. ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ കയ്യിലിരിക്കുന്ന ഈ പ്രദേശങ്ങൾ അവർക്ക് വേറെയും ലാൻഡിന് മേൽ ക്ലെയിം ഉണ്ട്. പക്ഷെ അതിൽ തന്നെ അവർ വലിയ നഷ്ടമെന്ന് കരുതുന്നത് ഈ പ്രദേശങ്ങളാണ്. കാരണം ക്യുങ് രാജവംശം ദുർബലമായിരുന്ന സമയത്ത്, ആക്രമണങ്ങളാൽ നട്ടം തിരിഞ്ഞ സമയത്ത് ആ ദുർബലതയെ മുതലെടുത്തുകൊണ്ട് റഷ്യ ഈ പ്രദേശങ്ങൾ ചതിച്ച് സ്വന്തമാക്കിയെന്നാണ് ചൈനക്കാര് വിശ്വസിക്കുന്നത്. ഈ 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്ര ചെറുതൊന്നുമല്ല. നമ്മൾ ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ഫ്രാൻസ് ഈ രാജ്യങ്ങളുടെ വലിപ്പമുണ്ടാകും. അതായത് ഇന്നത്തെ യുക്രൈൻ ഇല്ലേ, യുക്രൈന്റെ ടോട്ടൽ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. ഏതാണ്ട് അത്രയും വലിപ്പമുണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അത്രയും വലിപ്പമുണ്ട് ഈ ചൈന ക്ലെയിം ചെയ്യുന്ന റഷ്യയുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രദേശത്തിന്. റഷ്യ ഇന്ന് ചില പ്രോവിനൻസ് ആയിട്ട് ഇന്ന് ആ ഒരു പ്രദേശത്തെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വ്ളാഡിവോസ്ക് എന്ന് വിളിക്കുന്ന ഈ പ്രദേശം. ഈ വ്ളാഡിവോസ്ക് എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയും കൂടെ ഉള്ള ഒരു വളരെ തന്ത്രപരമായ ഒരു പ്രദേശമാണ്. വ്ളാഡിവോസ്ക് വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു നഗരം ഉൾപ്പെടെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പോർട്ടും ഉൾപ്പെടുന്ന നഗരം ഉൾപ്പെടുന്ന ഏകദേശം 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. ഇന്ന് റഷ്യയുടെ പല പ്രോമിനൻസ് ആയിട്ട് കിടക്കുന്ന അമുർ നദിയുടെ വടക്ക് ഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും ഏരിയ, പറയാൻ എളുപ്പത്തിന് നമുക്ക് 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരുന്ന അത്രയും ഏരിയ ശരിക്കും ചൈന ക്ലെയിം ചെയ്യുന്ന ഏരിയ ആണ്. പലപ്പോഴും ചൈനയുടെ മാപ്പുകളിൽ ഈ പ്രദേശങ്ങൾ അവരുടേതായിട്ട് അവർ അടയാളപ്പെടുത്താറുണ്ട്. റഷ്യ ഒന്നും മിണ്ടാറില്ല. കാരണം റഷ്യക്കും അറിയാം ഇത് പ്രശ്നമാണെന്ന്. ചൈന ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ റഷ്യയുമായിട്ടൊരു പ്രശ്നം നേരിടേണ്ടി വരുമെന്ന്. സംഗതി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമെന്നൊക്കെ ആണെങ്കിലും അവരുടെ ക്യുങ് രാജവംശ കാലത്തെ ആ അനന്തമായ നേട്ടങ്ങളിൽ ഇന്നും അഭിമാനം കൊള്ളുന്നവരാണ് ചൈനക്കാര്. അവർ വളരെ ദേശാഭിമാനികളാണ്, തീവ്രമായ ദേശീയത ഉള്ളവരാണ്. അത് നമ്മൾ മറ്റു പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചൈനീസ് കമ്മ്യൂണിസം. അവരുടെ പാരമ്പര്യത്തിലും അവരുടെ പുരാതന കാലത്തിലുമൊക്കെ അഭിമാനം കൊള്ളുന്നവരാണ്. അവർക്ക് അതിൽ രാജഭരണകാലത്തോടൊന്നും അവർക്ക് ആ ആശയത്തോട് എതിർപ്പുണ്ടെങ്കിലും ആ കാലത്തെ നേട്ടങ്ങളോടൊന്നും അവർക്ക് എതിർപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലത്തെ പ്രദേശങ്ങളൊക്കെ അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അരുണാചൽ പ്രദേശ് ഒരു 83,000 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതൊരു ചെറിയ ഡിസ്പ്യൂട്ടാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഇത് 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന തായ്വാനോടോ ഒന്നുമല്ല ചൈനയുടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത്. ചൈനയുമായിട്ട് അതിർത്തി പ്രശ്നം ഭാവിയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് റഷ്യയുമായിട്ടായിരിക്കും. ചൈന റഷ്യ പ്രശ്നം. ഒരുപക്ഷെ ചൈന ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധവും അത് റഷ്യയുമായിട്ടായിരിക്കും. മാവോ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യം 5 ഫിംഗർ, അതിനുശേഷം തായ്വാൻ, അതും കഴിഞ്ഞിട്ടാണ് അവര് ഈ റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 5 ഫിംഗർ എന്ന് പറഞ്ഞാൽ നേപ്പാള്, ഭൂട്ടാൻ, നമ്മുടെ ലഡാക്ക്, സിക്കിം, അതുപോലെ അരുണാചൽ പ്രദേശ് ഒക്കെയാണ് ഈ ടിബറ്റിനോടൊപ്പം ചേർക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ തായ്വാനുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് റഷ്യയുടെ, ഓൾറെഡി അവർക്ക് റഷ്യയുമായിട്ട് പല അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായതും ഇപ്പോൾ വളരെ കുറച്ചു മാത്രം ചർച്ച നടക്കുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ വ്ളാഡിവോസ്ക് ഉൾപ്പെടുന്ന ആ ഒരു വലിയ ഏരിയ, 6 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏരിയ. ഇപ്പൊ തായ്വാൻ പ്രസിഡന്റ് ശരിക്കും ചൈനയ്ക്ക് അവിടെയാണ് ചെക്ക് വെച്ചത്. പക്ഷേ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഉദ്ദേശിച്ചത് വ്ളാഡിവോസ്കോ അല്ലെങ്കിൽ അത് ഉൾപ്പെടുന്ന റീജിയണോ മാത്രമല്ല.
മറിച്ച് ചൈനയുടേത് എന്ന് കരുതുന്ന റഷ്യയുടെ കൈവശമുള്ള മുഴുവൻ പ്രദേശങ്ങളുമാണ്. അതെല്ലാം കൂടെ 1 മില്യൺ സ്ക്വയർ കിലോമീറ്ററിന് അപ്പുറം വരും. അവിടെയാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. 1 മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈജിപ്തിന്റെ അത്ര വലുപ്പം വരും, മുഴുവൻ പാകിസ്ഥാനേക്കാളും വലുപ്പം വരും. അത്രയും വലിയൊരു പ്രദേശമാണ് ഈ പറയുന്ന റഷ്യയുടെ കൈവശമുള്ളത് എന്നാണ് ചൈന തന്നെ ക്ലെയിം ചെയ്തിട്ടുള്ളത്. ആദ്യം അതൊക്കെ നിങ്ങൾ തിരിച്ചു പിടിക്കൂ, എന്നിട്ട് ഞങ്ങളുടെ തായ്വാനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് ഇപ്പൊ തായ്വാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചൈനീസ് നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ ഇളക്കി വിട്ടിട്ടുണ്ട്. വലിയ ചർച്ചയാണ് ചൈനീസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. അതേസമയം ഷി ജിൻപിങ് സർക്കാരിന് മേൽ വലിയൊരു പ്രഷർ ആയിട്ടുണ്ട്. കാരണം തായ്വാനെ പിടിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പൊ റഷ്യ വീക്കായിട്ടുള്ള ഒരു സമയമല്ലേ? നിങ്ങൾ റഷ്യയിൽ നിന്ന് ആ സ്ഥലം ആദ്യം തിരിച്ചു പിടിക്കുക. എന്തേ റഷ്യയോട് ചോദിക്കാൻ നിങ്ങൾക്ക് മടിയാണോ? അതെന്തേ നിങ്ങളുടെ സ്ഥലമല്ലേ എന്നാണ് ഇദ്ദേഹം ചോദിച്ചതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അവിടെയാണ് ഇനി ഗെയിം ചേഞ്ച് ആവാൻ പോകുന്നത്. 2050 ശേഷമാണ് റഷ്യയിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ ചൈനീസ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇത് റഷ്യയ്ക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഉത്തര കൊറിയയും ഇന്ത്യയുമായിട്ടൊക്കെയുള്ള ബന്ധം റഷ്യ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെ മറ്റു കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. തൽക്കാലം ബൈ.